അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരായി. മാത്രവുമല്ല, അവർ ചെയ്ത ഏറ്റവും വലിയ ദുരന്തവും അവർ ചെയ്ത ഏറ്റവും വലിയ തിന്മയും വയഖ്തുലൂന അംബിയാ അല്ലാഹ് വയഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്, യാതൊരു കാരണവുമില്ലാതെ. കാരണങ്ങളൊന്നും പ്രവാചകന്മാരുടെ ഭാഗത്തുണ്ടാവുന്നില്ല, പക്ഷേ ഒരു തരത്തിലുള്ള അവകാശങ്ങളുമില്ലാതെ, എന്തെങ്കിലും തരത്തിലുള്ള ന്യായം പോലുമില്ലാതെ മഹാന്മാരായ പ്രവാചകന്മാരിൽ പലരെയും അവർ കൊന്നുകളഞ്ഞു. ചില പ്രവാചകന്മാരെ കൊല്ലുന്നിടത്തോളം വരെയും എത്തി. പക്ഷേ അള്ളാഹുവിൻ്റെ തന്ത്രപരമായ അവൻ്റെ ഇടപെടലുകൾ എന്ന നിലയിൽ മഹാനായ സയ്യിദുന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പറയുന്നത്? മറ്റു ചിലർ വിശ്വസിക്കുന്നതിന് പകരമായി ഖുർആൻ പറയുന്നത് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി എന്നാണ്. അതുകൊണ്ടും അതല്ലാത്തെയും പ്രവാചകന്മാരിൽ പലരെയും അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ ന്യായങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു ജീവിതം അവർ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ അവരുണ്ടാക്കി തന്നു. ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ചില പ്രത്യേകമായ അവരുടെ കേസിൻ്റെ ചാർജ് ഷീറ്റ് ഇങ്ങനെ പറഞ്ഞു തരാണ്. അതായത് അവർ ചെയ്തു പോയ തിന്മകൾ, അവർ അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കാത്ത തരത്തിലുള്ള അവരുടെ ആ രീതികൾ, ആ സ്വഭാവത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എടുത്തു പറയുന്നു. പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങളെ പാലിച്ചില്ലെന്ന് മാത്രമല്ല, പ്രവാചകന്മാരെ അവർ നിന്ദിച്ചു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ നേതാവ്. പക്ഷെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവർ നിന്ദിച്ചു. മൂസ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം അവർ ഫറോവയുടെ ധിക്കാരപരമായ അധികാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പലസ്തീനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പോലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത ജീവിതത്തിൻ്റെ ഒരു സ്വഭാവം അവർ കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ അവരുണ്ടാക്കിയെടുത്ത നിന്ദ്യമായ ഒരു ജീവിതത്തെ, ചരിത്രത്തെ പടച്ച റബ്ബ് ഇങ്ങനെ ഒരു വിശദീകരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നത്. ചിലപ്പോൾ ഈ വിശദീകരണങ്ങൾ കൂടുതൽ ഏറെയും സൂറത്തു ആൽ ഇംറാനിലാകട്ടെ, സൂറത്തുൽ ബഖറയിലാകട്ടെ, അങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായങ്ങളിൽ വരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം സൂചനകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇവരുണ്ടാക്കിയെടുത്ത ധിക്കാരത്തിൻ്റെ കഥകൾ അല്ലാഹു പറയുന്നുണ്ട്. അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ധിക്കരിച്ചു പോയതിൻ്റെ കഥ അല്ലാഹു പറയുന്നു. പക്ഷെ പടച്ചവൻ മറ്റൊന്നുകൂടി പറയുന്നു. അവരെ അല്ലാഹു എന്നിട്ടും വിശേഷിപ്പിച്ചിരുന്നത് യാ അഹ്ലൽ കിതാബ് എന്ന് വിളിച്ചിട്ടാണ്. വേദഗ്രന്ഥം ലഭ്യമായവരെ എന്നാണ് അല്ലാഹു വിളിച്ചത്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരൊക്കെ വേണ്ട പോലത്തെ ചില നിബന്ധനകൾ പാലിച്ചവരായി തന്നെ വന്നവരാണെങ്കിൽ, അതായത് ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹമായി തന്നെ അവരുണ്ടായവരാണെങ്കിൽ, അവരുടെ അത്തരത്തിലുള്ള ഒരു പ്രോജനി, ആ നിലയിലുള്ള ഒരു പാരമ്പര്യം അവർക്കുണ്ടെങ്കിൽ, അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിൻ്റെ നിബന്ധനകൾ വരെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്തു. അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് അനുവദനീയമാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. നിബന്ധനകളുണ്ട്. ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. കാരണം ഇനി അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നാളെ ഇറങ്ങരുത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അതിൻ്റെ വ്യക്തതയെ പൂർണ്ണമായി പറയാൻ ഇവിടെ സമയമില്ലെങ്കിലും ഞാൻ പറയുന്നു, അതിന് ഒരുപാട് നിബന്ധനകൾ അള്ളാഹു പറഞ്ഞു, ദീൻ പറഞ്ഞു, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അങ്ങനൊരു സമൂഹവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുന്ന വിധം ഒരു വലിയൊരു ജനതയായി മുസ്ലിങ്ങൾ ആ ജനതയെ കണ്ടു. ക്രൈസ്തവ സമൂഹവും അങ്ങനെ തന്നെ ആ നിലയിൽ ഈ പറയപ്പെട്ട നിബന്ധനകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അങ്ങനെ പറ്റും എന്ന് പറയുന്ന തരത്തിൽ. എന്ന് മാത്രവുമല്ല, അവർ അറുക്കുന്ന ഭക്ഷണം കഴിക്കാനാകും എന്നുവരെയും ദീൻ പറഞ്ഞു. അങ്ങനെ മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ക്രൈസ്തവരും അതുപോലെ തന്നെ യഹൂദ വിഭാഗവും തമ്മിലുള്ള ബന്ധത്തെ അള്ളാഹു സ്ഥിരീകരിച്ചു. അവരെല്ലാവരെയും കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ഒരു അഹ്ലുൽ കിതാബാണ്. എന്നിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായത് ഈ അഹ്ലുൽ കിതാബിന് സംഭവിച്ചു പോയിട്ടുള്ള നാശം അതുപോലെ മറ്റൊരു അഹ്ലുൽ കിതാബായ മുസ്ലിങ്ങൾക്ക് സംഭവിക്കരുതെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു. അവർക്ക് എന്തൊക്കെയാണോ സംഭവിച്ചത് അതേ തരത്തിലേക്ക് പോകുന്നുണ്ടോ നിങ്ങൾ? നാശം ഉറപ്പാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ല തത്തബിഉന്ന സനന മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഇങ്ങനെ പോകും. നമുക്ക് ചിലപ്പോഴൊക്കെ തക്ബീറിൽ മാത്രമേ ഈ ഈമാൻ വരുന്നുള്ളൂ, ചില ആവേശത്തിൽ മാത്രമേ ആ ഈമാൻ വരുന്നുള്ളൂ. അഷ്റഫുൽ ഖൽഖ് പറയാണ് ല തത്തബിഉന്ന സനന മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളുടെ അവരുടെ ജീവിതചര്യകളുടെ പിന്നാലെ നിങ്ങൾ അങ്ങ് പോകും. എന്നിട്ടോ അവര് ആ പോക്ക്, ആ രീതിയിലുള്ള അവരുടെ സംസ്കാരത്തിന്റെ രീതികൾ ഒരുപക്ഷെ ഏറ്റവും സങ്കുചിതമായി തോന്നാവുന്നതോ അല്ലെങ്കിൽ ഒരിക്കലും യുക്തിപരമായിട്ട് സ്വീകരിക്കാനോ പറ്റാത്തതോ ആകാവുന്നതാണെങ്കിലും, അതുകൊണ്ട് റസൂലുള്ളാഹി അതിന് പറഞ്ഞ പ്രയോഗം ഹത്താ ലൗ സലക്കൂ
ജുഹറ ലബ്ബിന്നാണ്. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ പൊത്തിലേക്ക് പ്രവേശിച്ചാൽ ലസലക്തുമു, നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കും, നിങ്ങൾ അവരുടെ പിന്നാലെ പോകും. എങ്ങനെയൊക്കെ പോകും? ലാ അംബി ലാ, ശിബ്റം ബി ശിബ്ർ, ചാണിനു ചാണായി മുഴത്തിനു മുഴമായി നിങ്ങൾ അവരെ അനുധാവനം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, ആരാണവർ? അൽ യഹൂദ വൻ നസാറ യാ റസൂലല്ലാഹ്, അവർ ക്രൈസ്തവരും ജൂതരുമായിരിക്കുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തുമ്മമൻ, പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടത്? പുണ്യനബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ആരെക്കുറിച്ചാണ് പറയേണ്ടത്? എന്തേ ഇത്? ഞാൻ ഒരു സമൂഹത്തെയും മോശമാക്കി പറയാനല്ല, മറിച്ച് ആ സമൂഹങ്ങൾക്ക് ലഭ്യമായിരുന്ന അനുഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് അവയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ട് പറയുന്നു. പക്ഷേ അവർ നിന്ദ്യരായി മാറിയതിന്റെ കാരണം എന്താണ്? അവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാത്തൊരു ജനതയായി മാറിയതാണ് അവരുടെ പ്രധാന കാരണം എന്ന് അല്ലാഹു പറഞ്ഞു. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു, അവർ അവരുടെ ഇടയിൽ ചെയ്തു പോയ തിന്മകളെ കുറിച്ച് പരസ്പരം തെറ്റാണെന്ന് പറയാൻ പോലും കഴിയാത്ത വിധം അവർ തെറ്റുകളുടെ പൂജകരായി മാറിപ്പോയി എന്ന് പരിശുദ്ധ ഖുർആൻ. കാനൂ ലാ യതനാഹൗൻ, അവർ ആ തെറ്റുകളെ കുറിച്ച് പരസ്പരം അരുതെന്ന് പറയാൻ കഴിയാത്തവരായി, അരുതെന്ന് പറയാൻ കഴിയാത്തവരായി. മഹാനായ അബുൽ ഹസൻ നദ്വി സാഹിബ് അലിമിയാൻ, ലോകപ്രശസ്തനായ അലിമിയാൻ, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ ആളായിരുന്നു അലിമിയാൻ, അബുൽ ഹസൻ അലി നദ്വി സാഹിബ്. ഇന്ത്യയുടെ ഭരണകൂടം അങ്ങോട്ട് ചെന്ന് സ്വീകരിച്ച വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പോലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ അലിമിയാൻ. അലിമിയാൻ എഴുതിയ ഒരു വലിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് അറബ് ലോകം കൊടുത്ത വലിയ അർത്ഥത്തിലൊരു അംഗീകാരമുണ്ട്. മാദാ ഹസ്റൽ ആലം ബിൻഹിതാത്തിൽ മുസ്ലിമീൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം മഹാനായ അലിമിയാൻ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം ജാമിഉൽ അസ്ഹർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, ലോകത്തെ തന്നെ ഇസ്ലാമിക മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിഉൽ അസ്ഹർ, ഈജിപ്തിലെ കൈറോയിലെ ജാമിഉൽ അസ്ഹർ. ആ ജാമിഉൽ അസ്ഹറിൽ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം ആ ലൈബ്രറിയിൽ ഇങ്ങനെ പുസ്തകങ്ങൾ, കിതാബുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു അറബി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഏതു നാട്ടുകാരനാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരനായ അങ്ങക്ക്, അങ്ങൊരു പണ്ഡിതൻ എന്ന നിലയിൽ അങ്ങ് മൗലാന അലിമിയാനെ അറിയോ, മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബിനെ അറിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാനാണ് അബുൽ ഹസൻ. ആ സമയത്ത് ആ അറബി അത്ഭുത അതിരേകത്തോടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച രംഗം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് ജൂത സമൂഹത്തിന് സംഭവിച്ച പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് അവരുടെ ഒരു തരം അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്ന് അവരുടെ ഖസ്വത്താണ്, അവരുടെ കഠിന ഹൃദയത്വം, ക്രൂരത. എല്ലാ കാലത്തെയും ചരിത്രത്തിൽ അവർ നടത്തിയിട്ടുള്ള ക്രൂരതയാണ് വളരെ വിശദമായി ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചർച്ച ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഖസ്വത്താണ്. മനുഷ്യരക്തവുമായി ബന്ധപ്പെട്ട് കളിക്കുന്ന കാര്യത്തിൽ യാതൊരു അറപ്പുമില്ലാത്ത വിധം മനുഷ്യ ചോര ചീന്താൻ തയ്യാറായ ഒരു ജനതയാണത്. ഞാൻ അലിമിയാൻ ഇങ്ങനെ ആലോചിച്ചു പോകാൻ എന്താണോ എന്ന് കൃത്യമായി അദ്ദേഹം പറയാൻ. ശത്രുവിനെ ഒളിഞ്ഞും പാർത്തും അവസരം കിട്ടുമ്പോഴൊക്കെ ആക്രമിക്കുന്ന രീതിയിൽ എന്നും ഒരു ശത്രുത വച്ച് പുലർത്തുന്ന ഒരു ജനതയാണവർ. ഈ വിഷയത്തിൽ ഒരു തരം നിയമത്തെയും പാലിക്കാത്തൊരു ജനതയാണവർ. ഒരു നിയമത്തെയും അവർ പാലിക്കൂല. എല്ലാത്തരം അന്താരാഷ്ട്ര നിയമങ്ങളെയും വ്യവസ്ഥകളെയും മറ്റാർക്കോ പാലിക്കാനുള്ളതാണ്, ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറയുന്ന ഇസ്രായേൽ മറ്റാർക്കോ ബാധകമാണ്. അന്താരാഷ്ട്ര ആണവ നിർവ്യാപന കരാർ ആരാ ഒപ്പിടേണ്ടത്? ഇറാൻ. ഞങ്ങൾ ഒപ്പിടണോ? ഇല്ല, ഞങ്ങൾ ഒപ്പിടൂല. അമേരിക്ക ഒപ്പിടണോ? വേണ്ട. അന്താരാഷ്ട്ര ആണവ നിർവ്യാപന കരാർ ആരാ ഒപ്പിടേണ്ടത്? ഇറാൻ മാത്രം ഒപ്പിട്ടാൽ മതി, ഇറാഖ് ഒപ്പിട്ടാൽ മതി. ഇറാഖിനെ ഇതേപോലെ തന്നെയാണ്. ഇറാഖിൽ വലിയ അർത്ഥത്തിലുള്ള സംഹാരശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന പേരിലാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ പ്രായമുള്ളവർ ഓർക്കുന്നുണ്ടാവും, 90കൾ നമ്മൾ വേദനയോടെ ഓർക്കുന്നുണ്ടാവും. 2003 വരെയുള്ള അതിൻ്റെ ചരിത്രത്തിലേക്ക് ഇങ്ങനെ കണ്ണു പായിച്ചാൽ നമ്മൾ വേദനയോടെ ഓർക്കുന്നുണ്ടാവും. അവിടെ ഇങ്ങനെ അന്താരാഷ്ട്ര ഏജൻസി ചെല്ലുന്നു, എന്നിട്ട് മാസ് ഡിസ്ട്രക്ഷൻ വെപ്പൻസ് എന്ന പേരിൽ വലിയ സംഹാരശേഷിയുള്ള, വലിയ സമൂഹങ്ങളെ നശിപ്പിച്ചു കളയുന്ന വലിയ വെപ്പൻസ് ഉണ്ടെന്ന് ആദ്യം പറയുന്നു. IAEA, ഇന്റർനാഷണൽ ആറ്റമിക് എനർജിയെ കുറിച്ചൊക്കെ പറയാൻ കഴിയുന്ന അന്താരാഷ്ട്ര ഏജൻസി. എന്നിട്ട് അവസാനം ആ രാജ്യത്തെ
തവിടുപൊടിയാക്കിയതിനു ശേഷം പിന്നെ എവിടെയാണ് സംഹാരശേഷിയുള്ള ആയുധം എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഇവരൊക്കെ ഇങ്ങനെ പരിഹാസ ചിരി ചിരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇറാനെ കുറിച്ചും പറയുന്നു. ഇറാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ ആണവ ആയുധമില്ല, മറിച്ച് ആ ആണവ ശേഷിയെ ഞങ്ങൾ മറ്റു ചില മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആ അർത്ഥത്തിലാണ് യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ആവർത്തിച്ച് പറയുകയും ഇതേ ഏജൻസികൾ തന്നെ അത് കൃത്യമായി പറയുകയും ചെയ്യുമ്പോഴാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. അതാണ് അലിമിയാൻ പറഞ്ഞ പ്രകാരം ചോരക്കൊതിയന്മാരായി ചരിത്രത്തിൽ അറിയപ്പെട്ടവരാണിവർ. ചോരക്കൊതിയന്മാരായി. ആ ചോരക്കൊതി അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെമ്പാടും എല്ലാ കാലത്തും ഈ തരത്തിലുള്ള നിന്ദ്യത അവർക്ക് വഹിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഇപ്പോ ഈ കേരളത്തിലൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടാൽ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന സമൂഹം, ഈ ജൂത സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ആൾക്കാരായിരുന്നു എന്നുള്ള മട്ടിലാണ്. ഞാൻ പറയുന്നു, ചരിത്രത്തിന്റെ സകല ആധികാരിക ഭാവത്തോടും കൂടെ പറയുന്നു, ലോകത്തെ എവിടെയെങ്കിലും ജൂതന്മാരും ക്രൈസ്തവരും സമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ടോ അത് ഇസ്ലാമിക ഖിലാഫത്തിന്റെയും ഇസ്ലാമിന്റെ സൽഭരണങ്ങളുടെയും കീഴിൽ മാത്രമായിരുന്നു എന്നത് ചരിത്രമാണ്. അപ്പൊ മാത്രമായിരുന്നു ലോകത്തെവിടെയെങ്കിലും ജൂതൻ സമാധാനത്തോടെ ജീവിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന ഇസ്ലാമിന്റെ നൈതികമായ ഭരണമെന്ന് പറയാവുന്ന മഹാന്മാരായ ഖുലഫാഇന്റെ കാലത്തും അതിനുശേഷവും ഉണ്ടായിട്ടുള്ള ഇസ്ലാമിക ഭരണവ്യവസ്ഥിതിയുടെ കീഴിൽ അവർ വളരെ സമാധാനത്തോടെ ജീവിച്ചു. എന്താ യൂറോപ്പിലുണ്ടായ അവസ്ഥ? നിങ്ങളൊക്കെ ഒന്ന് നോക്കൂ. ഇപ്പൊ CNN പോലും റിപ്പോർട്ട് ഈ സമീപകാലത്ത് വന്നു, ഇപ്പോഴും യൂറോപ്പിൽ നിങ്ങൾ ഇങ്ങനെ കാണണം, അവിടെ ഇപ്പോഴും ജൂതന്മാരെ കുറിച്ച് അപഹാസത്തോടെ അല്ലാതെ സംസാരിക്കുന്നവരില്ല. അതാണ് ഈ ആന്റി സെമിറ്റിസം. സെമിറ്റിസം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വിഭാഗം, അതായത് മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ജൂതന്മാരെയും ക്രൈസ്തവരെയൊക്കെ സെമിറ്റിക് മതങ്ങളുടെ ഭാഗത്ത് പറയാൻ പറ്റും. പക്ഷേ യൂറോപ്പിലെ ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത് ആന്റി ജൂയിസമാണ്. ജൂതന്മാർക്കെതിരാണ് അവർ. ഇവിടെ വന്ന് വലിയ വർത്താനൊക്കെ പറയല്ലേ, അവിടെ അങ്ങനെയാണ് എന്നല്ല. എന്തിന് സത്യത്തിൽ ഈ ഹോളോകോസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന അതിന് കാരണമായി അതിന് നിമിത്തമായി തീർന്ന സാക്ഷാത് ഹിറ്റ്ലർ പോലും പ്രചോദനം ഉൾക്കൊണ്ട പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെ ഇതാണ്, ജൂസ് ആൻഡ് ദെയർ ലൈസ് എന്ന പേരിൽ ഒരു ക്രൈസ്തവ പാതിരി എഴുതിയ പുസ്തകമാണ്. ഒരു ക്രൈസ്തവ പാതിരി, മാർട്ടിൻ ലൂതർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തെറ്റിദ്ധരിക്കണ്ട, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന പേരിൽ അമേരിക്കയിൽ വലിയ വിപ്ലവകരമായ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ആ മാർട്ടിൻ ലൂതർ കിങ് അല്ല. ഇത് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്റർ ഇങ്ങനെ പോലും പറഞ്ഞു, അത് നാസി ജർമ്മനി പിന്നെ മുദ്രാവാക്യാക്കി മാറ്റി. അതിതാണ്, വി ആർ അറ്റ് ഫോൾട്ട് ഇൻ നോട്ട് സ്ലേയിങ് ദം. അവരെ മുഴുക്കെ തീർത്തു കളയാതിരുന്നു എന്നത് നമ്മുടെ ഒരു വലിയ തെറ്റാണ്. ഇത് പിന്നെ നാസി ജർമ്മനി മുദ്രാവാക്യാക്കിയതാണ്. വി ആർ അറ്റ് ഫോൾട്ട് ഇൻ നോട്ട് സ്ലേയിങ് ദം. ഇവരെ മുഴുക്കെ തീർത്തു കളയാതിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റായി പോയി എന്ന് ആരാണ് പറഞ്ഞത്? ഒരു ക്രൈസ്തവ പാസ്റ്ററാണ്. അത് എഴുതിയ പുസ്തകം അതേ അങ്ങനെ തന്നെ പറഞ്ഞു വച്ചു. അതായത് ഇവർ നടത്തിയിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊന്നതിനെ, അങ്ങനെയാണ് അതിന് കാരണങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ തന്നെ, they shed for the 100 years after the destruction of Jerusalem and the blood of the children they have shed since then. ജെറുസലം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് പോയ കാലത്തിനു ശേഷം ഇവര് നടത്തിയിട്ടുള്ള ക്രൂരമായ ചോര ചാലുകൾ തീർത്ത, കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ അതിന്റെ ഒക്കെ ചരിത്രം എടുത്തു വച്ചിട്ടാണ് ഇനിയും നിങ്ങളോട് അവർ സ്നേഹം കാണിക്കുന്നുവെങ്കിൽ അത് കപട സ്നേഹമാകുന്നു എന്ന് യൂറോപ്പിലെ ക്രൈസ്തവരെ ധരിപ്പിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണ് ദ ജൂസ് ആൻഡ് ദെയർ ലൈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും ഈ ആന്റി സെമിറ്റിസം എന്ന് പറയുന്ന ഒരു ചിന്ത യൂറോപ്പിൽ നിലനിൽക്കുന്നു. അതായത് അവിടുത്തെ ക്രൈസ്തവർക്ക് ജൂതനെ കണ്ടുകൂടാന്നർത്ഥം. അവിടെയുള്ള ജൂതന്മാരെ കണി കണ്ടാൽ പോലും ദോഷമായി കാണുന്ന തരത്തിലുള്ള ഒരു ചിന്ത അവരെന്നും നിലനിർത്തിയെന്നർത്ഥം. എന്നിട്ട് പിന്നെ എന്തേ ചെയ്തത്? അങ്ങനെയൊക്കെ ആക്രമിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ജൂതൻ, അങ്ങനെയുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അവസാനം അറബികളുടെ ദേശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയതാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ട 948. അതാണ് മനുഷ്യത്വമുള്ള നീതിബോധമുള്ള മനുഷ്യരൊക്കെ പറഞ്ഞു അത് അനീതിയാണ്. മഹാത്മാഗാന്ധി അദ്ദേഹം എഴുതിയ ഒരു ലേഖനം തന്നെ അത് സംബന്ധിച്ച്, ജൂസ് എന്ന പേരിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ബൈബിളിൽ പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു ജിയോഗ്രാഫിക്കൽ ട്രാക്ട്, അങ്ങനെ ഒരു ഭൂമിക അത് ബൈബിളിൽ പറയുന്നു എന്നതിന്റെ പേരിൽ അത് കണ്ടെത്താൻ വേണ്ടി ജൂതന്മാരെ കൊണ്ടുപോയി ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമില്ല.
ഇറ്റ് ഈസ് ഇൻ ദെയർ ഹാർട്ട്സ്, അത് അവരുടെ ഹൃദയങ്ങളിൽ മാത്രം നിൽക്കേണ്ടതാണ്. ബട്ട് ഇഫ് ദേ മസ്റ്റ് ലുക്ക് ടു പലസ്തീൻ ഓഫ് ജിയോഗ്രഫി ആസ് ദെയർ നാഷണൽ ഹോം, ഇറ്റ് ഈസ് റോങ് ടു എൻ്റർ ഇറ്റ് അണ്ടർ ദ ഷാഡോ ഓഫ് ദ ബ്രിട്ടീഷ് ഗൺ. അന്ന് ബ്രിട്ടനാണ് വലിയ സാമ്രാജ്യത്വ ശക്തി. അതുകൊണ്ട് ഗാന്ധിജി പറയാൻ, ബ്രിട്ടന്റെ തോക്ക് ഉപയോഗിച്ചിട്ടല്ല പലസ്തീന്റെ ജനതയുടെ വിരുമാറിലേക്ക് അവരെ വെടിവെച്ച് കൊന്നിട്ടും തീർത്തിട്ടുമല്ല അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അവർ ശ്രമിക്കേണ്ടത്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പോലും ചെയ്യേണ്ട പണിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അത് അറബികളുടേതാണ്. അറബിയുടേതാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അറബി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, അവിടെ ജീവിക്കുന്ന എല്ലാ വിഭാഗം അറബികളുണ്ട്. അവിടെ ജൂതന്മാരും അറബികളുണ്ട്, ക്രൈസ്തവരും അറബികളുണ്ട്, മുസ്ലിങ്ങളും അറബികളുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരത, കുഞ്ഞുമക്കളെ കൊന്നുകളയുന്ന ക്രൂരത നോക്കൂ നിങ്ങൾ. ആശുപത്രിയിലേക്ക് മിസൈൽ പോയിരിക്കുന്നു എന്നത് യുദ്ധനീതിക്കെതിരാണെന്ന് ഇപ്പോൾ വലിയ അർത്ഥത്തിലൊക്കെ ഘോഷിക്കുന്നവർ ആലോചിക്കേണ്ടത്, ഒരു ഹോസ്പിറ്റലും അവിടെ വച്ചിട്ടില്ലല്ലോ. ഒറ്റ ഹോസ്പിറ്റലും ബാക്കിയാകാതെ ആ ഗസയുടെ ആ കൊച്ചു മുനമ്പിലെ എല്ലാ തരത്തിലുള്ള ആശുപത്രികളും തകർത്തു തരിപ്പണമാക്കുകയും അവിടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇൻക്യുബേറ്ററുകളിൽ പോലും ജീവിക്കാനാവാത്ത വിധം അവിടേക്ക് ബോംബിട്ട് തകർത്തു കളയുകയും ചെയ്തവരാണ് ഇപ്പോൾ കരഞ്ഞിട്ട് ചോദിക്കുന്നത് ആശുപത്രിയിലേക്ക്. അതൊരു സൈനിക ആശുപത്രിയാണ്. മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ അതിനെല്ലാം എതിർക്കുന്നു. യുദ്ധങ്ങൾ എപ്പോഴും മനുഷ്യ നാശത്തിലേക്കും അതോടൊപ്പം തന്നെ മാനവികമായ സംസ്കൃതിയുടെ നാശവും ഉണ്ടാക്കുന്നതാണ് ആധുനിക യുദ്ധമെന്ന് ഞാൻ ഭയക്കുന്നു. നമ്മളതിൽ അഗാധമായ പേടി ആ അർത്ഥത്തിൽ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ അർത്ഥത്തിലുള്ള നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും കൊടും നാശമാണെന്നുള്ള പേടി നമുക്കുണ്ട്. പക്ഷേ ഇവരുടെ വാദത്തെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെച്ചത്. ആലോചിച്ച് നോക്കണം. ഒക്ടോബർ 7 ശേഷം ഇവർ പറഞ്ഞതെന്താ? ബെഞ്ചമിൻ നെതന്യാഹു അന്നത്തെ പട്ടാളക്കാരെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞതെന്താ? നിങ്ങളെ ആരെയൊക്കെ കൊല്ലണം, നിങ്ങൾ സൈനികരെ കൊല്ലണമെന്നല്ല പറഞ്ഞത്. അതൊക്കെ സ്വാഭാവികമായും യുദ്ധത്തിൽ സംഭവിക്കാവുന്നതാണ്. അങ്ങനെയല്ല, ആണുങ്ങളെ കൊല്ലണം, പെണ്ണുങ്ങളെ കൊല്ലണം, പോരാ, ചിൽഡ്രൻസ് ആൻഡ് ഇൻഫൻസ് എന്നാണ്. ചിൽഡ്രൻ കുഞ്ഞുങ്ങളെ കൊല്ലണം, പോരാ, ഇൻഫൻസ് എന്ന് കൂടി പറയാൻ. അതൊരു പ്രത്യേകം നിങ്ങളും കൂടി ആലോചിക്കേണ്ട ഒരു കാര്യം. അത് ബൈബിളിലെ സാമുവേൽ അധ്യായത്തിലെ ഒരു 13-14 ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തപ്പെട്ട ചില പ്രത്യേകമായ ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനവും കൂടിയാണ്. ആ മതഗ്രന്ഥത്തിന്റെ ഉദ്ധരണി എടുത്തിട്ടാണ് ഒരു ഭരണാധികാരി പറയുന്നത്. മറ്റെവിടെയെങ്കിലും മറ്റാരുമായിരുന്നു ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരി അങ്ങനെ ഒരു മതഗ്രന്ഥത്തിന്റെ സൂക്തം ഉപയോഗിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മതരാഷ്ട്രവാദവും ഭീകരത എന്നൊക്കെ പറയാൻ ആളുണ്ടാകുമായിരുന്നു. മതരാഷ്ട്ര ഭീകരത എന്ന് പറയാൻ ആളുണ്ടാകുമായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചത് അങ്ങനെയാണ്. ഗോ ടു അമാലേക്കുകാരായ പലസ്തീനികളെ അവിടേക്ക് ചെല്ലണം, എന്നിട്ട് ഡിസ്ട്രോയ് ദ മോൾ, അവരെ മുഴുക്കെ നശിപ്പിക്കണം. ആൻഡ് ദെയർ ബിലോങ്ങിങ്സ്, അവരുടെ കയ്യിലുള്ളതൊക്കെ തകർത്തു കളയണം. അവരുടെ കുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. അവരുടെ കുഞ്ഞുങ്ങളെയും വിശന്നിട്ട് ഒരൽപ്പം ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ മുഖത്തേക്ക് നോക്കിയിട്ട് ആ നെഞ്ചുകളിലേക്ക് വെടിവെച്ചിടുന്നതിൻ്റെ ഇന്നലത്തെ പോലും വാർത്തകൾ നമ്മൾ കേട്ടതാണ്. 30-40 കുഞ്ഞുങ്ങളാണ് കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. വിശന്നിട്ട്, മറ്റൊന്നിനുമല്ല, ഒരു തിരിച്ചൊന്നും പറയാനോ ഒന്നും ചെയ്യാനോ കഴിയാത്ത നിഷ്കളങ്ക ബാല്യങ്ങൾ. നമ്മുടെ മക്കളെ പോലെ ജീവിക്കേണ്ട, സ്വപ്നം കാണേണ്ട, ആകാശത്തോളം സ്വപ്നം കാണേണ്ടിയിരിക്കുന്ന കുഞ്ഞുമക്കൾ, ആ കുഞ്ഞുമക്കൾ വിശന്നു വലഞ്ഞിട്ട് അവസാനം കൈനീട്ടി ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക്, ആ ഇളം കുഞ്ഞുങ്ങളുടെ നെഞ്ചകങ്ങളിലേക്ക് വെടിവെച്ചിടുന്ന ക്രൂരതയ്ക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഉപമിക്കാനാവും ആ ഭീകരത. അതുകൊണ്ടാണ് അത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വച്ചതാണ്. ഇങ്ങനെ ചെയ്യണം. ആ ചൈത്യയാണ് നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. മനുഷ്യരെ കൊന്നുകളയും. എന്തു ന്യായത്തിന്റെ പേരിലാണ്? ഞാൻ നിങ്ങളോട് മാത്രമല്ല, ഇത് കേൾക്കുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യന്മാർ ചിന്തിക്കുമെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയാണ്. 1948 ഇസ്രായേൽ സ്ഥാപിതമാകുന്ന കാലം പോലും ഇന്ത്യയുടെ അഭിവന്ദ്യനായ മനുഷ്യൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഭിവന്ദ്യനായ നീതിമാനായ മനുഷ്യന്റെ വർത്താനാണ് ഞാൻ പറഞ്ഞത്. പലസ്തീൻ ബിലോങ്സ് ടു ദ അറബ്സ് ഇൻ ദ സെയിം സെൻസ് ദാറ്റ് ഇംഗ്ലണ്ട് ബിലോങ്സ് ടു ദ ഇംഗ്ലീഷ് or France to the French. It is wrong and inhuman to impose the Jews on the Arabs. പലസ്തീൻ അറബികൾക്ക് അവരുടേതാണ്, പലസ്തീൻ അറബികളുടേതാണ്. ഇംഗ്ലീഷുകാരന് ഇംഗ്ലണ്ട് പോലെ, ഫ്രാൻസുകാരന് ഫ്രഞ്ച് പോലെ, ഫ്രഞ്ചുകാരന് ഫ്രാൻസ് പോലെ. അത് അറബികളുടേതാണ്. ആ അറബികളുടെ തലയിൽ കൊണ്ടുപോയി ഇറ്റ് ഈസ് റോങ് ആൻഡ് ഇൻഹ്യൂമൻ ടു ഇമ്പോസ് ദ ജൂസ് ഓൺ ദ അറബുകളുടെ തലയിൽ കൊണ്ടുപോയി ജൂതന്മാരെ പ്രതിഷ്ഠിക്കാനുള്ള തീരുമാനം അത് മനുഷ്യത്തരല്ല,
വാട്ട് ഈസ് ഗോയിങ് ഓൺ പലസ്തീൻ ടുഡേ, ഇന്നു നടക്കുന്നത് എന്തൊക്കെയാണോ, കനോട്ട് ബി ജസ്റ്റിഫൈഡ് ബൈ എനി മോറൽ കോഡ് ഓഫ് കോണ്ടക്ട്. ഒരു തരത്തിലുള്ള ഒരു നിയമത്തിന്റെയും ഒരു ധാർമ്മിക നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇന്നു നടക്കുന്നതെന്ന് 1948 പറഞ്ഞ മനുഷ്യന്റെ പേരാണ് മഹാത്മാഗാന്ധി. ആ ഗാന്ധിയുടെ നാട്ടിൽ നിന്നാ ചിലര് വേറെ വർത്തമാനം പറയുന്നത്. ആ ഗാന്ധിയുടെ നാട് അംഗീകരിച്ചിരുന്നില്ല. 48-ലെ 181 UN പ്രമേയം അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ നാടാണ് ഇന്ത്യ. ഏതായി 181? ഈ 181 പ്രമേയം വെച്ചിട്ടാണ് ഈ പറയപ്പെടുന്ന രാജ്യത്തെ, ഈ ജൂത രാജ്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി യൂറോപ്പും ബ്രിട്ടനും എല്ലാം കൂടി പണിയെടുത്തത്. അപ്പോൾ അത്തരം ഒരു പരിപാടിക്ക് ഞങ്ങൾക്ക് നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ നാടാണ് ഇന്ത്യ. നിങ്ങൾ ആലോചിക്കണം, ആ 181 പ്രമേയത്തിൽ പോലും കൃത്യമായി പറഞ്ഞു വെച്ചൊരു കാര്യം കൂടിയുണ്ട്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കൃത്യമായി തിരിച്ച് പലസ്തീൻ ഒരു രാജ്യമാക്കി അവിടെ ഇസ്രയേൽ എന്ന മറ്റൊരു രാജ്യവും ഉണ്ടാകണം എന്ന് പറയുന്നു. അങ്ങനെയും കൂടി പറഞ്ഞു വെച്ചതാണ് 181 പ്രമേയം. പലസ്തീൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇന്നും പലസ്തീൻ ഇല്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ഏത് കൊച്ചു ശബ്ദം പോലും അവസാനിപ്പിച്ചു കളയുന്ന വിധം ഇസ്രായേലി ധിക്കാരം ഇന്നും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും നടക്കുന്നു. എന്നിട്ടാണ് എല്ലാം കഴിഞ്ഞ് അരിയും തിന്ന് ആശാരിയും കടിച്ച് പിന്നെയും നായക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെ അവസാനം ഒരു പരമാധികാര രാജ്യത്തെ, അവിടുത്തെ പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാരെ, അതിനു മുമ്പ് അവിടുത്തെ പ്രഗത്ഭനായ പ്രസിഡന്റിന്റെ വധത്തിന്റെ ഉൾപ്പെടെ അങ്ങനെ പലതിനും കാരണക്കാരായി മാറിയിട്ടൊടുക്കം ധിക്കാരപരമായി അപ്പണി ചെയ്തിട്ട് തിരിച്ചു കിട്ടുമ്പോഴാണ് പറയുന്നത് മനുഷ്യത്വപരമല്ല. അപ്പോഴാണ് ട്രംപിനൊക്കെ തോന്നുന്നത് ഇത് വലിയ മനുഷ്യത്വപരമല്ലാത്ത പരിപാടിയാണ്. അക്രമി ആരായിപ്പോ? ഇറാൻ. മർദ്ദിതൻ ആരായിപ്പോ? ഇസ്രയേൽ. മർദ്ദകൻ ആരായിപ്പോ? ഇറാൻ. എന്തൊരു വിരോധാഭാസമാണിത്. ഞാൻ പറയുന്നത് ഈ ചരിത്രത്തെ ഇങ്ങനെ വായിച്ചു പഠിക്കണം. 917 തുർക്കിയുടെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം, അതൊക്കെ തന്നെയും മുസ്ലിങ്ങൾ പഠിക്കേണ്ട ഒരു വലിയ പാഠാണ്. അവിടെ പോലും ആ തകർച്ചയ്ക്ക് പ്രധാന കാരണമായത് മുസ്ലിങ്ങളുടെ അവാന്തരമായ ഭിന്നതയാണ്. തുർക്കി എന്ന ഇസ്ലാമിക ഖിലാഫത്ത്, ഉസ്മാനിയ ഖിലാഫത്ത്, ആ ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കാൻ ആരൊക്കെ കൂട്ടുന്ന? പലരും, മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് പലരും കൂട്ടുന്നു. അതിന് ആവശ്യമാകുന്ന എല്ലാ വിടുപണിയും ചെയ്യാൻ ഒരു ലോറൻസിനെ അപ്പണി ഏൽപ്പിച്ചു കൊടുത്തു ബ്രിട്ടൻ. ലോറൻസ് ഓഫ് അറേബ്യ, TE ലോറൻസ്. ആ ലോറൻസ് എന്ന് പറയുന്നയാൾ ഈ അറബ് പ്രദേശങ്ങളിലെ ഭൂപ്രഭുക്കന്മാരെയും നേതാക്കളെയും ഒക്കെ കണ്ട് തുർക്കിക്കെതിരായിട്ടുള്ള ഒരു പടയൊരുക്കത്തിന് കൂട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ കാലഘട്ടത്തിലെ തങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളും നേടാൻ വേണ്ടി ആഗ്രഹിച്ച, അങ്ങനെ അധികാരങ്ങളിൽ സുഖിച്ചു വാഴാൻ ആഗ്രഹിച്ച അറബ് പ്രഭുക്കന്മാർ ആ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്തതിന്റെ പിറ്റേ ദിവസമാണ് 1917 ബാൾഫർ എന്ന് പറയുന്ന ബ്രിട്ടന്റെ വിദേശകാര്യ മന്ത്രിയുടെ പ്രഖ്യാപനം വന്നത്, വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രഖ്യാപനം വന്നത്. ഒരു ഉടമ്പടി. ഏതാ ഉടമ്പടി? ലോകത്തെ ഏതു ഭാഗത്തെയും ജൂതന്മാർക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന ദേശമുണ്ടാക്കാനുള്ള അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പലസ്തീനിലേക്ക് വരാം. അതിനാണ് ബാൾഫർ ഡിക്ലറേഷൻ. ആ ബാൾഫർ ഡിക്ലറേഷൻ ശേഷമാണ് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഗത്തെ ജൂതന്മാരെല്ലാവരും വന്നു. ലക്ഷക്കണക്കിന് ജൂതന്മാർ കടന്നു വന്നു. പലസ്തീൻ എന്ന് പറയുന്ന ആ ദേശത്തെ പാവപ്പെട്ട അറബിക്ക് അവസാനം അവന്റെ നാടിൽ നിന്ന്, അവന്റെ മണ്ണിൽ നിന്ന്, അവന്റെ സ്വപ്നങ്ങളിൽ നിന്ന്, അവന്റെ ജീവിതത്തിൽ നിന്ന്, അവന്റെ മോഹനസുന്ദരമായ അവനുണ്ടാക്കി വെച്ചിട്ടുള്ള സ്വപ്ന കൂടാരങ്ങൾ ഇറങ്ങിപ്പോകേണ്ട ഗതികെട്ട അവസ്ഥ വന്നു. 48 വലിയ ഒരു ദുരന്തം പോലെ, നെഖബ എന്ന പേരിൽ അവർ പറയുന്ന ആ വലിയ ദുരന്തം തന്നെ സംഭവിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യർ ആട്ടിയൊടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. 67 യുദ്ധത്തിൽ വലിയ വഞ്ചന നടത്തിയിട്ട് അറബ് ദേശത്തെ മുഴുവനും ഒറ്റയടിക്ക് ആക്രമിച്ചു. ഈജിപ്തും ജോർദാനും ഇറാഖും സിറിയയും എല്ലാം കൂടി അടങ്ങിയ വലിയ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചു കളയുമെന്ന് വിചാരിച്ചു വന്നിട്ട് അതങ്ങ് തകർത്തു കളഞ്ഞു. എല്ലാം യൂറോപ്പിന്റെ ചതി, എല്ലാം അമേരിക്കയുടെ ചതി, എല്ലാം ഇസ്രയേലിന്റെ ചതി. ആ ചതികൾ മാത്രം നടന്ന, ചതികളുടെ മാത്രം പാരമ്പര്യമാണ് ഈ ചരിത്രത്തെ ഇങ്ങനെ നിഷ്പക്ഷമായി വായിക്കുന്ന ആർക്കും പറയാൻ പറ്റുക, ആർക്കും. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഇതെന്റെ മാനവികമായ കാഴ്ചപ്പാടുകൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റിയതല്ല, കാരണം ഇത് ചതിയിൽ സ്ഥാപിതമായ രാജ്യമാണ്. അന്ന് അതിനു വേണ്ടിയുള്ള സഹതാപം പറഞ്ഞത് ഹോളോകോസ്റ്റ്, അതായത് നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തു വെച്ചിട്ടുള്ള ക്രൂരതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനും ഗാന്ധിജി പറഞ്ഞു ജൂതന്മാർ എന്റെയും സുഹൃത്തുക്കളാണ്. പക്ഷേ അവിടെ നടന്ന ഒരു കാര്യത്തിന്റെ പേരിൽ മറ്റൊരു അനീതി ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ അനീതിയെ സമ്മതിക്കാൻ എനിക്ക് കഴിയില്ല എന്നായിരുന്നു മഹാത്മാഗാന്ധി. ആ അനീതിയുടെ താണ്ഡവ നൃത്തമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോകത്ത്. ആ അനീതിയുടെ താണ്ഡവ നൃത്തം. അവിടെയൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാന കാരണം,
പ്രധാന കാര്യം ഇതാണ്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ പറഞ്ഞല്ലോ. ഈ വിഭാഗം ആളുകൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പടച്ചവൻ പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞു, റബ്ബിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാത്തൊരു ജനതയായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കൊല്ലപ്പെട്ട വാർത്ത കേൾക്കുന്നു. നമുക്ക് ചെറുവിരൽ നിൽക്കാൻ കഴിയില്ല. പോട്ടെ, ലോകത്തെ വലിയ സമ്പന്ന രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം രാജ്യങ്ങൾ ഒരു ചെറുവിരലൊന്നും നനയ്ക്കോ? എന്തേ പറ്റാത്തത്? അഷ്റഫുൽ ഖൽഖ് തന്നെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജനത അതാണ്. ഞാൻ ഈ ജനതയെ ഇങ്ങനെ എന്തിനാ ഖുർആൻ ഇത്രയധികം ബനു ഇസ്രായേലിയരെ മാത്രം പറഞ്ഞത് ഞാൻ ആലോചിച്ചു പോവാം. ബനു ഇസ്രായേലിയർ, അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം, അവരെ പ്രവാചകന്മാർ കൊണ്ടു നടന്ന രീതി, എന്നിട്ട് അതേ പ്രവാചകന്മാരെ അവർ കൊന്നുകളഞ്ഞതിൻ്റെ കഥ എല്ലാം പറഞ്ഞ് അവരുടെ ദുരന്തത്തിൻ്റെ, അവരുടെ പരാജയത്തിൻ്റെ, അവരുടെ ദയനീയതയുടെ ഒക്കെ ചിത്രം പറഞ്ഞുതരാൻ. എന്തിനാണിത്? മുസ്ലിം സമുദായമേ, ഒരിക്കലൊന്നുമല്ലാത്തിടത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് നിങ്ങളെ എന്ന് അള്ളാഹു പറയാതെ പറഞ്ഞുതരാൻ. അത് ചരിത്രത്തിൽ പലപ്പോഴും പറഞ്ഞു. ഇതേ ഗോലാൻ കുന്നുകളിലേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട്, ചരിത്രത്തിലെ മനോഹരമായ ഒരു യാത്ര, ഗോലാൻ ഹൈറ്റ്സ്. ആ ഗോലാൻ കുന്നുകളിൽ നിന്നാണ് 67 ഈ പലസ്തീൻ ജനതയെ മുഴുവൻ ആട്ടി ഓടിപ്പിച്ചിട്ട് ഇസ്രായേൽ അവിടെ അവരുടെ രാജ്യം സ്ഥാപിക്കുന്നതെങ്കിൽ അതേ ഗോലാൻ കുന്നിലേക്ക് നടക്കുന്ന ഒരു യാത്രയുണ്ട്. ആ ഗോലാൻ കുന്നുകളിൽ ചെന്ന് നിന്ന് ഒരു തക്ബീർ ധ്വനി മുഴങ്ങുന്നുണ്ട്. സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ തക്ബീർ ധ്വനി, അല്ലാഹു അക്ബർ. ആ ഗോലാൻ കുന്നുകളിലൂടെ ഇറങ്ങിച്ചെന്നാണ് അങ്ങ് ബൈത്തുൽ മഖ്ദസിന്റെ ചാരി നിൽക്കുന്ന അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന പരിശുദ്ധമായിട്ടുള്ള ആ ഗേഹത്തിന്റെ താക്കോല് വാങ്ങുന്നത് മഹാനായ സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അവർ നമസ്കരിക്കാൻ പറയുമ്പോൾ, ഞാനിവിടെ നമസ്കരിച്ചാൽ ഇതൊരു പക്ഷേ തലമുറകൾക്കു ശേഷം ഇത് ഫാറൂഖ് നമസ്കരിച്ച സ്ഥലമാണ്, ഇത് പള്ളിയാക്കണമെന്ന അവകാശവാദം ആരെങ്കിലും ഉന്നയിച്ചാലോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞ നീതിമാന്റെ പേരാണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ അതൊരു അഭിമാനകരമായ മുഹൂർത്തം. ആ യാത്ര പോകുന്ന നേരത്ത് സിറിയയിൽ മഹാനായ ഫാറൂഖിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് സയ്യിദുനാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദക്ക് വല്ലാത്ത കുണ്ഠിതം തോന്നി. എന്തുകൊണ്ടെന്നാൽ ആരായി വരുന്നയാൾ പേർഷ്യൻ സാമ്രാജ്യത്തെ വിറപ്പിച്ച, റോമയെ പേടിപ്പിച്ച, ഇസ്ലാമിന്റെ ഏറ്റവും പ്രഗത്ഭനായ വിജിഗീഷുവായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഫാറൂഖ് വരുന്നത് എങ്ങനെയാണ്? ഫാറൂഖും ഫാറൂഖിന്റെ ഭൃത്യനും അവർ മാത്രമേ ഉള്ളൂ. പരിവാരങ്ങളില്ല, ആഡംബരങ്ങളില്ല, സൈനിക പരിവാരങ്ങളുടെ അങ്ങനെ ഒരു വലിയ അകമ്പടിയൊന്നും മഹാനായ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ യാത്രയിലില്ല. അപ്പോൾ അബൂ ഉബൈദ ചെവിയിൽ ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളൊക്കെ കാത്തുനിന്നത് പ്രൗഢഗംഭീരമായി വരുന്ന ഒരു ഭരണാധികാരിയാണ്. പക്ഷേ ഈ കണ്ടം വെച്ച് തുന്നിയ വസ്ത്രങ്ങൾ എടുത്ത് ആകെ ഒരു ഭൃത്യനെ മാത്രം കൂടെ നിർത്തി, എന്നിട്ടും ആ ഭൃത്യൻ ഞങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോഴേക്കും അങ്ങയുടെ ഊഴം മാറി ആ ഭൃത്യന്റെ ഊഴമായപ്പോൾ ആ മനുഷ്യനെ ഒട്ടകത്തിന്റെ പുറത്തു കയറ്റി അങ്ങനെ നടന്നു വരുന്ന മനുഷ്യനെയാണ് ഞങ്ങൾ കണ്ടുപോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, ഭരണാധിപത്യത്തിന്റെ അകമ്പടി സേവിക്കാൻ ആളെ കൂട്ടാമായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഫാറൂഖ് ചോദിച്ചത്, അബൂ ഉബൈദ, നിങ്ങളല്ലാത്ത മറ്റാരെങ്കിലുമായിരുന്നു ആ വാക്കുച്ചരിച്ചതെങ്കിൽ ഞാൻ ആ മനുഷ്യനെ ഈ ഉമ്മത്തിന് പാടാക്കി കൊടുക്കുമായിരുന്നു. കാരണം നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. നിങ്ങളെക്കുറിച്ച് അഷ്റഫുൽ ഖൽഖ് അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അമീൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ അബൂ ഉബൈദ, നമ്മളൊന്നുമായിരുന്നില്ലല്ലോ അബൂ ഉബൈദ. മനുഷ്യത്വത്തിന്റെ, സംസ്കാരത്തിന്റെ ചെറുലഞ്ചന പോലും ജീവിതത്തിൽ കാണിക്കാത്ത വിധം കാടന്മാരായി ജീവിച്ച ബദോവിൻസ് ആയിരുന്ന ഒരു അറബ് സമൂഹത്തിന്റെ പ്രതിനിധികളായിരുന്നില്ലേ ഞാനും നിങ്ങളും? എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് മുസ്തഫയിലൂടെ നമ്മളെ സംസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തന്ന മാനവികതയുടെ പിന്നാലെ നമ്മൾ നടന്നു. ആ മുഹമ്മദ് മുസ്തഫ നമ്മോട് സ്വപ്നം പറഞ്ഞു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഖൈബറിന്റെ കിടങ്ങ് കുഴിക്കുന്ന നേരത്ത് ഇതാ ഈ അഗ്നിസ്ഫുലിംഗങ്ങൾ ചെന്നു തറക്കുന്നോടത്ത് 2 സാമ്രാജ്യങ്ങൾ അവസാനിച്ചു പോകുന്ന ഒരു കാലം വരുമെന്ന് പോലും നമ്മോട് സ്വപ്നം പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞു, ആ ഇസ്ലാമിനേക്കാളും അഭിമാനം കാണാൻ മറ്റെന്തെങ്കിലുമാണ് നമ്മൾ കൂടെ പിടിക്കുന്നതെങ്കിൽ അതല്ലനല്ലാ, അള്ളാഹു നമ്മളെ കീഴ്പ്പെടുത്തി കളയും എന്നായിരുന്നു. ആ ഇസ്ലാം നമുക്ക് അഭിമാനമായില്ല. അതുകൊണ്ട് റസൂൽ പിന്നെയും പറഞ്ഞു, എൻ്റെ ജനത സമ്പത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു കാലം വന്നാൽ ലൗ അല്ലമത്ത് ഉമ്മത്തി അദ്ദീനാറ വദ്ദറാഹിം, ദിർഹമും ദീനാറും എൻ്റെ സമുദായം അതിനെ പൂജിക്കാൻ തുടങ്ങിയാൽ, സമ്പത്തിനെ പൂജിക്കാൻ തുടങ്ങിയാൽ, നുസിഅത്ത് മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഹൈബത്ത് അവരിൽ നിന്ന് എടുക്കപ്പെടും. അതാണ് പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥത്തെ അങ്ങനെ കൂടി ആലോചിക്കണം. ഇസ്ലാമിന്റെ ഹൈബത്തിനെ എടുത്തു കളയപ്പെടും. വഇദാ തറകൂ അൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും അവർക്ക് സാധിക്കാത്ത കാലം വന്നാൽ ഹുർരിമു ബറക്കത്തുൽ വഹി, വഹിയിന്റെ ബറക്കത്ത് തന്നെ അവർക്ക് നിഷേധിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്രോ ഡോളറുകളുടെ എണ്ണം പറയാനാവോ? മില്യൺസ് ഓഫ് മില്യൺസ്.
അതങ്ങനെ കടന്നുപോയിട്ട് ഇപ്പോൾ മഹാരാജാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അവർക്ക് സമ്പത്തിന്റെ വലിയ പൂജ നടത്തുമ്പോൾ പോലും ഒരക്ഷരം കൊണ്ട് പോലും ആ കുഞ്ഞുങ്ങളെ ഓർക്കാൻ പോലും കഴിയാത്ത വിധം അറബ് രാജാക്കന്മാർ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മഹാരാജാവിനെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ, അങ്ങനെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട എല്ലാ സമ്പത്തും കൊടുക്കുമ്പോൾ അതിനൊറ്റ ഹദീസാണ് ഉത്തരം. ആ സമ്പത്തിന്റെ പൂജ നടന്ന നേരത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സമുദായത്തിന്റെ ഇസ്സത്ത് വലിച്ചൂരി കളഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെങ്കിലും ഞാൻ പറയുന്നു, യുദ്ധം ഒരു പാഠമേ ആകേണ്ടതുള്ളൂ. ഏതു പാഠം? മനുഷ്യത്വത്തിന് നേരെയുള്ള വലിയ അർത്ഥത്തിലുള്ള കിരാതമായ പലതും യുദ്ധത്തിൽ സംഭവിക്കാം. നാം അതുകൊണ്ട് പേടിക്കുന്നു. കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നു. എവിടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ കരഞ്ഞ ഒരാളുടെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലം അൻഹകും അൻ ഖത്ലി നിസാഇ വസ്ബിയാൻ, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിങ്ങൾ കൊല്ലരുതെന്ന് ഞാൻ പഠിപ്പിച്ചില്ലേ എന്ന് ചോദിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യുദ്ധത്തെ നമ്മൾ വലിയ ആഘോഷാക്കല്ല. ആ യുദ്ധമൊക്കെ അവസാനിക്കട്ടെ എന്ന് ദ്വാരക്കാണ്. കാരണം അത് പടർന്നു പിടിച്ചാൽ. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയുടെ പ്രാന്തങ്ങളിലേക്ക് ഇറങ്ങി. മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ പ്രാന്തങ്ങളിൽ വന്നിട്ട് അസ്റഫ അലാ തുമിൻ മിൻ താമിൽ മദീന, മദീനയുടെ പ്രാന്തങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് പറഞ്ഞു, ഹൽ തറൗന മാ അറാ ഇന്നി ലാ അറാ മവാഖിഅൽ ഫിതൻ ഖിലാല ബുയൂതികും കമവാഖിഇൽ ഖത്ർ. നിങ്ങൾ കാണുന്നത് ഞാൻ കാണുന്നത് നിങ്ങൾ കാണില്ല. ഞാൻ കാണുകയാണ് അറബികളെ, ഞാൻ കാണുകയാണ് മുസ്ലിം സഹോദരന്മാരെ, നിങ്ങളുടെ വീടകങ്ങളിലേക്ക് മഴ പെയ്യുന്നത് പോലെ ഈ കുഴപ്പങ്ങൾ വരാൻ പോകുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയൊക്കെ ഒരു കാലം, അതൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രവചനങ്ങൾ. ആ പ്രവചനമൊക്കെ ഇതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. കാരണം പ്രവചനങ്ങളുടെ ഡേറ്റും കാലവും ഒന്നും നിശ്ചയിച്ചല്ല അല്ലാഹു റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സഹോദരന്മാർ ഇപ്പോൾ ഇതാണ് അല്ലെങ്കിൽ അതാണ്, ഈ ഡേറ്റിലാണ് ആ ഡേറ്റിലാണെന്നൊന്നും പറയുന്നതൊന്നും സത്യത്തിൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. പക്ഷേ ഈ പറയപ്പെടുന്ന അർത്ഥത്തിലുള്ള ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഫിത്നകളുടെ മുമ്പിൽ തിരിച്ചു നമ്മുടേതായ ജീവിതത്തിലേക്ക് മുഹമ്മദ് മുസ്തഫയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങളെ ഉള്ളടക്കത്തെ തീരുമാനിക്കുന്ന ഇസ്സത്തുള്ള ഒരു ജനതയായി മാറാൻ നമുക്ക് ഈ പാഠമാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.